ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. യെസ്, ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ 1,50,000 രൂപയുടെ AC റിപ്പയർ കഴിഞ്ഞിട്ട് ആ വണ്ടി എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞാനും ഉണ്ട്, റിയാസും ഉണ്ട്. അങ്ങനെ നമ്മുടെ പാണ്ഡുവിൻ്റെ മൂത്താപ്പയുടെ വണ്ടി, ഇത് ലാൻഡ് ക്രൂസർ റിയാസിൻ്റെ വണ്ടി. അപ്പോൾ നമ്മുടെ പാണ്ഡു ലാൻഡ് ക്രൂസർ പ്രാഡോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഒന്നും ഉണ്ടായില്ല, നമ്മുടെ AC ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് കുറയാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ചൂട്, ഇപ്പോൾ UAE UAE നല്ല ചൂടാണ്, ഓൾമോസ്റ്റ് 50 ഡിഗ്രി ഒക്കെ ഉണ്ട് അല്ലേ? ആ, അതിന് കുറവൊന്നുമില്ല, 51.6 ഡിഗ്രി ചൂടുണ്ടായിരുന്നു, 50 ഡിഗ്രി പ്ലസ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു, ലാസ്റ്റ് വീക്കാണ് എനിക്കിത് ഫീൽ ചെയ്ത്. ഞങ്ങൾ മൺഡേ ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മാറി പോവുക. എല്ലാവരും പോകുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഈ വലിയ വണ്ടി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രാഡോ എടുക്കും, മാറി പോവുക. അപ്പോൾ ഞാനുണ്ടായിരുന്നു, ഇവണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി റണ്ണിങ്ങിൽ കുഴപ്പമുണ്ടായില്ല. റണ്ണിങ്ങിൽ ഇറ്റ്സ് ഫൈൻ, പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ഓക്കെ. പക്ഷേ വണ്ടി നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിശർക്കാൻ തുടങ്ങും. എന്നാലും AC വെൻറ്റുമ്പോൾ നമ്മൾ കൈ വെക്കുമ്പോൾ ഈ വെൻറ്റ് കണ്ട, ഈ ഒരു വെൻറ്റ് ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഞാനപ്പോൾ നേരെ ടെമ്പറേച്ചർ നോക്കും. ടെമ്പറേച്ചർ ഞാൻ 20-21 ഡിഗ്രിയിൽ വെക്കും. അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ തണുപ്പുണ്ട്, വെൻറ്റിൻ്റെ അവിടെ തണുപ്പുണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങോട്ട് തണുപ്പ് വരും. ഞാൻ വിചാരിച്ചു ചൂട് കൂടിയുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് 2 ദിവസം അങ്ങനെ ഓടി. പിന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം ഞാൻ കുറച്ചധികം വണ്ടീനെ ഇങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്ന ഒരാളാണ്. ചെറിയ സൗണ്ട് കേട്ടാലടക്കം എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, എങ്ങനെയെങ്കിലും അത് റിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അൽഫുത്തൈം, UAE ടൊയോട്ടയുടെ ഡീലർമാർ അൽഫുത്തൈമാണ്, അവരുടെ ഷോറൂമിൽ കൊണ്ടു കൊടുത്തു. നമ്മളവിടെ ഒരു സർവീസ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സർവീസ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളെ നമ്മൾ അറിയും. അപ്പോൾ ആളെ നേരെ വിളിച്ചിട്ട് ചോദിച്ചു കേട്ടോ, ഇങ്ങനെ AC ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്, എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആളെടുത്ത് വഴിക്കായിരുന്നു എൻ്റെ കംപ്രസർ പോയിട്ടുണ്ടാവും. അടിപൊളി. എന്തായാലും അപ്പോൾ നോക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇട്ടത് വണ്ടി. അപ്പോൾ അവർ 2 ദിവസം ഇൻസ്പെക്ഷൻ വേണ്ടി വന്നു. അതായത് നമ്മൾ ഇന്ന് കൊടുത്തു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴാണ് അവർ വിളിച്ച് പറഞ്ഞത് അവിടെ നല്ല തിരക്കാണ്. പറയാൻ മറന്നു, അൽക്വൈനിലെ ടൊയോട്ട, അൽഫുത്തൈമിൻ്റെ ടൊയോട്ടയുടെ ഷോറൂമിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം അവർ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞു വണ്ടിയിലെ കംപ്രസറിന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കംപ്രസർ മാറാനുള്ള കൊട്ടേഷൻ എടുത്തു. അത് കറക്റ്റാണ്. അവർ മാറുമ്പോൾ ഷോറൂമിൽ നിന്ന് മാറുമ്പോൾ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് മുഴുവൻ അവർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ അത് കംപ്ലൈൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അതുമായി റിലേറ്റ് ചെയ്തെല്ലാം മാറുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 7,100 ഇതൊരു ദിർഹത്തിൻ്റെ ഒരു ബില്ല് തന്നു. ഓൾമോസ്റ്റ് 1,65,000 രൂപയുടെ ഒരു ബില്ല്. അങ്ങനെ സർപ്രൈസ്. അങ്ങനെ എൻ്റെ പകച്ചു പോയി എൻ്റെ ബാല്യം. അപ്പോൾ അത് വണ്ടി നമ്മൾ 2 ദിവസം അവിടെ ഇട്ടു, സർവീസ് കഴിഞ്ഞു, റിപ്പയർ കഴിഞ്ഞു, റെഡി ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 6 മന്ത്സ് വാറണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് വണ്ടി എടുക്കട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ലാൻഡ് ക്രൂസർ അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ടാവും. ഇത് VXR ആണ് മോഡൽ, ഫുൾ ഓപ്ഷൻ. ഇവിടെ നമുക്കൊരു മെയിൻ ഡിസ്പ്ലേ വരുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ മ്യൂസിക് സിസ്റ്റമോ ഡിസ്പ്ലേ എന്നോ എന്തെന്നോ പറയാം. അത് കഴിഞ്ഞ് വരുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് AC കൺട്രോൾ യൂണിറ്റ് വരും. AC കൺട്രോൾ യൂണിറ്റ് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ AC വെൻറ്റിലേഴ്സ്. ഇത് നല്ലൊരു സ്റ്റൈലാണ്. ഈ ഒരു വെർട്ടിക്കൽ രീതിയിലോട്ട് കുറേയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ്, ഈ വെർട്ടിക്കൽ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഭയങ്കര ലുക്കാണ്. അതേപോലെ നമ്മളെപ്പോഴും ലാൻഡ് ക്രൂസറിൽ പോകുമ്പോൾ ഉള്ളൊരു വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രാജകീയ ട്രിപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കാണുന്നത്. ഭയങ്കര ലക്ഷറിയാണ്. ഒരു ആനപ്പുറത്ത് ഇരുന്ന് പോകുന്ന ഒരു ഫുൾ ഫീല് കിട്ടും. അത് കണ്ട, ഇവിടെ ഇരുന്ന് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ആ ബോണറ്റിൽ കാണുന്ന ഒരു കട്ടുണ്ടല്ലോ, ആ ഒരു കട്ട്, അതാണ് അതിൻ്റെ ഒരു പവർ. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു വേറെ ഫീലാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് സിസ്റ്റം യൂണിറ്റ് കഴിഞ്ഞാൽ അതേ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുന്നു. സ്റ്റിയറിംഗ് വീൽ ആസ് യൂഷ്വൽ നമ്മൾ ടൊയോട്ടയുടെ പുതിയ എല്ലാ ടൊയോട്ട സ്റ്റിയറിങ്സും കാണുന്ന പോലെ ഈ 2 സൈഡിലുള്ളൊരു സ്റ്റീൽ ഫിനിഷ് പോലെ പോയിട്ട് ക്രോം ഫിനിഷ് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ഇതേ ഡിസ്പ്ലേ. ഇത് സെൻറ്ററിലുള്ളത് LCD ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് കിലോമീറ്റർ പെർ ലിറ്റർ തന്നെ 6.9 മൈലേജ് കിട്ടുന്നത് കേട്ടോ. 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.9 കിലോമീറ്ററാണ് കേട്ടോ. ബട്ട് അത് UAE ഇറ്റ്സ് നോർമൽ. ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി പെട്രോളിന് അത്ര വില വരുന്നില്ല, അതുകൊണ്ട്
അതൊരു നോർമൽ പ്രൈസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് വരുമ്പോൾ ഇവിടെ ഒരു വുഡൻ ഫിനിഷിങ് വരുന്നുണ്ട്. ഈ ഒരു സെയിം വുഡൻ ഫിനിഷിങ് തന്നെയാണ് ഈ ഡോർ പാഡിലേക്ക് പോകുമ്പോഴും വരുന്നത്. ഇതെല്ലാം ലെതറാണ് കേട്ടോ. ഇതെന്താ ബർഗണ്ടിയോ ആ ഒരു കളർ എന്നല്ല പറയുക, ആ ഒരു ടൈപ്പ് ഓഫ് ലെതർ ഫിനിഷാണ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് സൈഡിൽ കണ്ട സീറ്റെല്ലാം വരുന്നത് ആ ഒരു ടൈപ്പിലാണ്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ഹാൻഡ് റെസ്റ്റിൽ പോയാലും ഇതിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കണ്ട നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു നല്ല കപ്പ് ഹോൾഡർ, സ്റ്റാർ കപ്പ് ഹോൾഡർ, അടിപൊളി. പിന്നെ അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലുള്ള സീറ്റുകൾ നമ്മൾ മടക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അല്ല, നമ്മുടെ ഇതിൻ്റെ മാറ്റും ഫ്ലോർ മാറ്റൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇൻറ്റീരിയർ ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. ബട്ട് ഇതും ബ്ലാക്ക് വരുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഫുള്ള് ഇൻറ്റീരിയർ നമുക്ക് ബ്ലാക്ക് വരും. ഞങ്ങൾക്ക് ആദ്യം ജീപ്പ് ഗ്രാൻഡ് ഷെറോക്കി ഉണ്ടായിരുന്നു, അതിന് ഫുള്ള് ബ്ലാക്ക് അല്ലായിരുന്നു, റിയാസ് ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു അതിന് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ പാർട്ട് ആ ഒരു സൺറൂഫ്. പെനോറമിക് വ്യൂ അല്ല കിട്ടുക, പ്രോപ്പർ സൺറൂഫ്. ലാൻഡ് ക്രൂസറിൽ നമ്മളങ്ങനെ പെനോറമിക് വ്യൂ സൺറൂഫ്സ് കണ്ടിട്ടില്ല. പെനോറമിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ അറ്റം മുതൽ ബാക്ക് വരെ ഉണ്ടാവും ഫുള്ള്. ആ ഒരു ടൈപ്പ് സൺറൂഫ്സ് നമ്മൾ കണ്ടിട്ടില്ല. ഇതിലുള്ളത് എപ്പോഴും ഒരു തറവാടി സ്റ്റാൻഡേർഡ് സാധനം. അപ്പോൾ ഒരു ചെറിയൊരു ലാൻഡ് ക്രൂസർ ടൂർ ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തന്നു. പിന്നെ വേറെ പറയാമെന്നില്ല, ഇലക്ട്രിക് സീറ്റ്, പിന്നെ അതിൻ്റെ ഗിയർ നോബ്സ് കാര്യങ്ങൾ ഞാൻ എന്തായാലും അത് കാണിച്ച സ്ഥിതിക്ക് ഇതും കാണിച്ചു തരാം. ഗിയർ നോബ്സ് കാര്യങ്ങൾ കണ്ട ഗിയർ ഇവിടെ അതിൻ്റെ 4 വീലിൽ L4 H4 അങ്ങനെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ടൊരു സെറ്റ് സാധനം. അങ്ങനെ അതാണ് നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ ഇൻറ്റീരിയർ. ഇനി നമുക്ക് അൽഫുത്തേമിൽ എത്താറായി. നമുക്ക് പ്രൈഡ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയറും ഞാൻ AC-യുടെ ഒരു പെർഫോമൻസും കാണിച്ചു തരാം. പിന്നെ വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളതും ഞാൻ പറയും. ഒരു ഡെലിവറി ഇവിടുന്ന് എങ്ങനെയാണ് സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുക എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉമ്മൽക്കൈനിലെത്തി. ഉമ്മൽക്കൈനിലത്തെ ടൊയോട്ട ഷോറൂം ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ ഒരു ഇതാണ് ഉമ്മൽക്കൈൻ്റെ ഒരു പാർട്ട്. ഇതേ കാണുന്നു റൈറ്റ് സൈഡിൽ നമ്മുടെ ടൊയോട്ട ഷോറൂം. ഒരു ചെറിയൊരു ഷോറൂമാണ് കേട്ടോ, ബട്ട് നല്ല സർവീസാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് എടുത്തിട്ടും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടായാലും അതെ, ഏറ്റവും മെയിൻ കാര്യം ഇവിടെ തിരക്ക് കുറവാണ്. ഈ ഒരു ഷോറൂമിൽ നമുക്ക് കുറച്ച് തിരക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി എല്ലാ ടൊയോട്ട ഷോറൂമിനേക്കാളും. സോ അങ്ങനെ ഇതേ നമ്മൾ കയറുന്നു. നമ്മുടെ ചെറുക്കൻ എവിടെ അവിടെ ഉണ്ട്. ഇവിടെ പുറത്തൊന്നും കാണാനില്ല, റെഡിയാണ് എന്ന് പറഞ്ഞു. ഇതാണ് സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തേക്കുള്ള എൻട്രി. നമ്മളിത് എങ്ങനെ കയറി നമ്മളിവിടെ നേരെ പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അതാണ് ഫിറോസ് ഭായ്. ആളാണ് നമ്മുടെ അതല്ല ഫിറോസ് ഭായ്, അത് അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങുന്നു. അതിന് ശേഷം വിശേഷങ്ങൾ ഇനി വണ്ടി കിട്ടി വണ്ടിയിൽ കയറിയിട്ട്. ഓക്കെ, അപ്പോൾ നീ തിരിച്ചു പോയല്ലേ? ഡൺ. സോ അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇത് ഷോറൂമിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. സർവീസ് സെക്ഷൻ്റെ ഭാഗത്ത് കേട്ടോ. അവിടെ ഇരിക്കുന്നത് ഈ ഭാഗത്തൊരു നല്ല കോഫി മെഷീൻ, ഇവിടെ ഒരു ടയറിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ടയർ മാറേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചാർട്ട് അവിടെ കാണാം. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇനി അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. നോക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റിങ്ങിന് ശേഷം നമ്മളിതേനെ വണ്ടി വന്നു. വണ്ടി കിട്ടി. നമ്മുടെ വണ്ടി കുളിപ്പിച്ച് ഇവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഉപകാരം. കണ്ടോ, എന്ത് മെയിൻ്റെനൻസ് ചെയ്താലും ഇത് കഴുകി കുട്ടപ്പനായിട്ട് കിട്ടും. നോക്കി പുത്തൻ വണ്ടിയാക്കി സർവീസ് ചെയ്ത് കഴുകി പോളിഷ് ചെയ്ത് മിനുക്കി എടുത്ത് തന്നു. സോ അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് വണ്ടി വന്നപ്പോൾ ആൾ വിളിച്ചു. അതിനനുസരിച്ച് നമ്മളിവിടെ ചെന്നു. വണ്ടി ഓപ്പണാക്കി ഇതേ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ത് പെർഫെക്റ്റ്. ഓക്കെ, നോക്കി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലുമിലൊക്കെ കവറിട്ട്, അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പറായിട്ട് സൂപ്പർ. അതായത് ഇതിലിപ്പോൾ വേറൊരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ വർക്ക്ഷോപ്പിലുള്ളവരെല്ലാം ഇരിക്കുമ്പോൾ ഗ്രീസും കാര്യങ്ങളാവുമല്ലോ. അപ്പോൾ അതുണ്ടാവാതിരിക്കുക ഒരു പ്രോപ്പറായിട്ട്. ഇതാണ് ഇവരുടെ ഒരു പെർഫെക്ഷൻ. കണ്ടോ, ഒരു രീതിയിൽ ചെയ്ത് വന്നു. അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടുമ്പോൾ വർക്ക്ഷോപ്പ് നമുക്ക് സാധാരണ ഒരു നോർമൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കവറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ഈ ഒരു രീതിയിൽ പെർഫെക്ഷൻ സ്റ്റാൻഡേർഡായി കിട്ടുമ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ. പല വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി കയറിയാലും സ്റ്റിയറിങ്ങുമ്പോൾ ഗ്രീസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ മാറ്റിൽ ഗ്രീസാവും. അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. വണ്ടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. സോ എന്തായാലും വണ്ടിയുടെ റിപ്പയർ കഴിഞ്ഞു, വണ്ടി വന്നു.
പറഞ്ഞ എമൗണ്ട് കൊടുത്തു. വണ്ടി ക്ലീനാണ്. എനിക്കെപ്പോഴും വണ്ടി ഇങ്ങനെ ക്ലീനായി ഷൈനിങ് ആയിട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് ഓ വാ വാ വാ. സ്പെഷ്യലി നമ്മളിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെ നമുക്ക് സർവീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ വണ്ടി വന്നു 2 ദിവസം അവർ ഗ്യാരേജിലിട്ടു. അതുകൊണ്ട് അവർ പറഞ്ഞു ഡെലിവറി തരുന്നതിന് മുൻപ് പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഒന്നും കൂടി വാഷ് ചെയ്ത് ഞാനിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവരൊന്നും കൂടി വാഷ് ചെയ്തിട്ടാണ് വണ്ടി തന്നെ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇതിൽ തന്നെ ഒതുക്കി വെക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇനി നമുക്ക് വണ്ടിയിൽ കയറി വണ്ടിയിൽ AC ഓണാക്കി നോക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ, അതായത് നമ്മുടെ പ്രാഡോ, ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ കണ്ട ഈ ഒരു കളർ ഫിനിഷിങ്ങിലാണ് വരിക. കണ്ടില്ല, ഈ ഒരു ഫിനിഷിങ്ങാണ് വരിക. ലാൻഡ് ക്രൂസറിൽ ബ്ലാക്ക് ആയിരുന്നു, ലാൻഡ് ക്രൂസറിൻ്റെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഇത് പക്ഷേ ഒരു ബെയ്ജോ സംതിങ് എന്തെന്നാ പറയുക, ആ ഒരു ഫിനിഷിങ്. സോ അങ്ങനത്തെ വണ്ടിയിൽ ഇരുന്നു. അയ്യവ, നമ്മുടെ ചെറുക്കൻ്റെ വണ്ടിയിൽ നമ്മുടെ ചെക്കൻ്റെ ഒപ്പം കയറിയിരുന്ന ഒരു സന്തോഷമാണ്. സോ നമ്മൾ ആസ് യൂഷ്വൽ വണ്ടി സ്റ്റാർട്ട് അടിച്ചു. ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ കാണുന്നു AC വെൻറ്റുകൾ, നമ്മുടെ ഇത് ഓണായി വരുന്നു. വീണ്ടും ക്ലിക്ക്, ലൈറ്റ്സ് എല്ലാം കത്തി കണ്ടപ്പോൾ ഇതെല്ലാം ബ്ലിങ്ക് ചെയ്തു. ആ ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് ഒന്ന് പോട്ടെ. വണ്ടി ക്ലീൻ ആട്ടാ. എനിക്ക് എപ്പോഴും ഈ ഒരു രീതിയിൽ എവിടുന്ന് ഏതൊരു വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി കിട്ടിയാലും ഐ എം റിയലി ഹാപ്പി. വണ്ടി സൂപ്പറായിട്ട് വരുമ്പോൾ നമുക്കിതിൽ ഇവിടെ ഒരു AC ഇത് കൂളറുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം കുപ്പി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ എടുക്കാം. ഇനി നമ്മൾ സ്മൂത്തായിട്ട് ഇതിനെ സ്റ്റാർട്ട് ബട്ടൺ അടിക്കുന്നു, ബ്രേക്ക് അമർത്തി സ്റ്റാർട്ട് അടിച്ചു. വാ 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 വാ. സോ അങ്ങനെ ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. ഇതോ നമ്മൾ AC സ്വിച്ച് ഇടാൻ പോവാണ്. ആദ്യം റിയർ ഓഫാക്കട്ടെ. റിയർ ഓഫാക്കി ശേഷം AC ഓണാക്കി. ആദ്യം AC അല്ല, ആദ്യം നമ്മൾ ഫാൻ ഓണാക്കുന്നു. ഫാൻ ഓണാക്കിയതിൻ്റെ ഒപ്പം ഇവിടെ AC സ്വിച്ച് ഓണായി. സുഖം സുഖം. ഓക്കെ, ലെറ്റ് us see. ഇനി നമുക്ക് എന്തായാലും 2 ദിവസം വണ്ടി ഓടിച്ച് കഴിഞ്ഞാലാണ് നമുക്കിത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ തണുപ്പ് പ്രോപ്പറാണോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് വന്ന് പ്രോപ്പറാണ്. ഇപ്പോൾ നല്ല ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസർ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പറഞ്ഞു. നമ്മുടെ പാണ്ടൂനെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയർ എന്നുള്ളത് പറഞ്ഞു. സോ ഓൾ ടുഗദർ ചെറിയൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.